തൊട്ടടുത്ത നിമിഷം നമ്മളുണ്ട് എന്നതിന് ഓരോ ഉറപ്പുമില്ലെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നതല്ല, ആചാര്യന്മാർ മനുസ്മൃതിയിൽ പറയുന്നു. ഇതാണ് സത്യം. ലോകത്തെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. സപ്താത്ഭുതങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്നാൽ ഞാൻ പറയുന്നു, അതൊന്നും അല്ല അത്ഭുതം. ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് നമ്മൾ രാത്രിയിൽ കിടന്നാൽ രാവിലെ ഉണരുന്നു എന്നതാണ് വലിയ അത്ഭുതം. അല്ലാന്ന് അഭിപ്രായമുണ്ടോ നിങ്ങൾക്ക്? ഓരോ ഉറപ്പുമില്ല. ഉണരും എന്നതിന് ഓരോ ഉറപ്പുമില്ല. അറിഞ്ഞാൽ അത് ഈ അമ്മയുടെ അനുഗ്രഹം. ചിന്തിക്കുക, അത്രേ ചിന്തിക്കണ്ടു, അത്രേ ഉള്ളൂ നമ്മളൊക്കെ കാര്യം. ഓരോ ശ്വാസോച്ഛ്വാസവും നമ്മളെ കൊണ്ടുപോകുന്നത് അടുത്തേക്കാ ശ്മശാനത്തിലേക്കാണെന്ന് അറിയണം. ഇതാണ് അറിയേണ്ടത്. ഒരു മനുഷ്യൻ പിറന്നു വീഴുമ്പോൾ അവന് പ്രകൃതി ഒരു ശ്വാസത്തിന്റെ കണക്ക് കൊടുത്തിട്ടുണ്ട്, അത് നമുക്കറിയില്ല. അതുകൊണ്ടാണ് അന്ത്യശ്വാസം വലിച്ചു പോയി എന്ന് പറയുന്നത്. അവസാനത്തെ ശ്വാസം കണക്ക് നമുക്കറിയില്ല. എപ്പോഴാണ് ഈ അന്ത്യശ്വാസം വലിക്കുക എന്ന് നമുക്കറിയില്ല. ഓരോ ശ്വാസോച്ഛ്വാസം കഴിയുമ്പോഴും ശ്മശാനത്തിലേക്കുള്ള ദൂരം കുറയുകയാണെന്ന് അറിയണം നമ്മൾ. ഇതറിയാതെ നമ്മളിങ്ങനെ പരക്കം പായുകയല്ലേ ചെയ്യുന്നത്. ഇനി ശ്മശാനത്തിൽ എത്തിയാലോ? അവിടെ എത്തിയാൽ എന്താ അവസ്ഥ? നമ്മൾ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട്, കോടികൾ സമ്പാദിച്ചിട്ടുണ്ട് അല്ലേ? ഈ കോടി എന്തെങ്കിലും കൊണ്ടുപോകും നമ്മൾ? 1 കോടി കൊണ്ടുപോകും. അതേത് കോടിയാ? പുതപ്പിച്ചിട്ടൊരു കോടി, അത്രയേ ഉള്ളൂ. അവിടെ എത്തിയാൽ മാതാം നാസ്തി പിതാം നാസ്തി നാസ്തി ബന്ധു സഹോദര അർത്ഥം നാസ്തി ഗൃഹം നാസ്തി തസ്മാത് ജാഗ്രത. അവിടെ എത്തിക്കഴിഞ്ഞാൽ അമ്മയില്ല, അച്ഛനില്ല, വീടില്ല, ധനമില്ല, ഒന്നുമില്ല എന്ന് പറയുന്നത്. അതുവരെ ഉള്ളൂ ഈ ബന്ധങ്ങളൊക്കെ. ഇതൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്, ഓർമ്മിക്കേണ്ടത്. ഞാൻ ഇനി ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് വേണ്ടി അല്ല നിങ്ങൾ ജീവിക്കുന്നത്. ഒരു നല്ല ഉടുപ്പ് വാങ്ങി, ഒരു നല്ല സാരി വാങ്ങിയ, നമ്മൾ തുണിക്കടയിൽ പോയി നല്ലൊരു സാരി സെലക്ട് ചെയ്ത് അതിങ്ങനെ ദേഹത്ത് വെച്ച് നോക്കി, നന്നായിട്ടുണ്ട്, ദേഹത്തിന് നന്നായി ചേരും, വില നോക്കി 4500 അത് മാറ്റി വെച്ചു. ആ പൈസ ഉണ്ടായാൽ മകൾക്ക് അല്ലെങ്കിൽ മകന് ഒരു മാസത്തെ ഫീസ് കൊടുക്കാം കോളേജിലെന്ന് പറഞ്ഞു. അച്ഛൻ ഒരു നല്ല ഷർട്ട് എടുത്ത് നോക്കി, വില നോക്കി 1500 രൂപ അവിടെ വെച്ചു. ഓന് ഒരു മാസത്തേക്ക് പോക്കറ്റ് മണി കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരു നല്ല ഡ്രസ്സ് നമ്മൾ ധരിക്കില്ല. ഒരു നല്ല ഡ്രസ്സ് വാങ്ങിയിരിക്കാം. കനകാംബിക ക്ഷേത്രത്തിലേക്ക് അടുത്തല്ലേ, നമുക്കത് വേണ്ട, കുറച്ച് കയറിയത് മതി. ദൂരെ എവിടെയും പോകുമ്പോൾ, കല്യാണത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ ടൗണിൽ പോകുമ്പോൾ അത് കൊടുക്കാമെന്ന് വിചാരിക്കും. നല്ലത് കൊടുക്കില്ല ഞങ്ങൾ. നല്ല ബനിയൻ ഇടുകയില്ല. വീട്ടിലുണ്ടാവും, നല്ല ഡ്രസ്സ് ധരിക്കില്ല, നല്ല ഷർട്ട് ധരിക്കില്ല, നല്ല സാരി ധരിക്കില്ല, നല്ല ഭക്ഷണം കഴിക്കില്ല. നിങ്ങൾ ഒരിക്കലും ഭാര്യയും ഭർത്താവും ഒന്നിച്ച് പോയി ഒരു ടൂറ് പോവില്ല. ഒരിക്കലും പുറത്തു പോയി ഭക്ഷണം കഴിക്കില്ല നിങ്ങൾ. കാരണം ആ പൈസ നീക്കി വെച്ച് മക്കൾക്ക് വേണ്ടി. പണ്ട് കാലത്ത് പ്രായമുള്ളവർ ഈ കല്യാണത്തിനോ അല്ലെങ്കിൽ സദ്യക്കെല്ലാം പോയി കഴിഞ്ഞാൽ മുണ്ടിൻ്റെ കോന്തലക്ക് അവിടുന്ന് കിട്ടിയ ഉപ്പേരിയും പാഴും ഒക്കെ കൊണ്ടുവരും. അത് അവർ കഴിക്കില്ല. എന്താ? കുട്ടികളുടെ വീട്ടിൽ കുട്ടിയെ കൊടുക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നിങ്ങൾ പറയും അങ്ങനെ അല്ലെന്ന് പറയും. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഒടുവിൽ ഈ മക്കൾക്ക് വേണ്ടാതായി തീരുമ്പോൾ തോന്നും ഒരു ജന്മം പാഴായി പോയി എന്ന്. കാണുന്നില്ലേ? വഴിയരികിൽ അമ്മയെ ഉപേക്ഷിക്കുന്നു, ക്ഷേത്ര നടയിൽ ഉപേക്ഷിക്കുന്നു, റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിക്കുന്നു, അമ്മയെ കൊല്ലുന്നു. ഒരു ആയുഷ്കാലം ജീവിച്ചിട്ട് മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ട് ആ മക്കൾക്ക് വേണ്ടാത്തവരായി തീരുമ്പോൾ പിന്നെ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഓരോ നിമിഷവും നമ്മൾ ജീവിക്കണം, സന്തോഷിക്കണം. ജയചന്ദ്ര പാടിയൊരു പാട്ടുണ്ട്, നിങ്ങൾക്കറിയായിരിക്കും. കാവ്യപുസ്തകമല്ലോ ജീവിതം, കേട്ടിട്ടുണ്ടോ? പി ഭാസ്കർ മാഷയുടെ പാട്ടാണ്. ഭയങ്കര അർത്ഥമാണ് ആ പാട്ട്.
കേട്ടിട്ടില്ലേ നിങ്ങളത്? അനഘഗ്രന്ഥമിതാരോ തന്നു മനുഷ്യൻ്റെ മുമ്പിൽ തുറന്നു വെച്ചു, ജീവന്റെ വിളക്കും കൊളുത്തി വെച്ചു, അവൻ ആവോളം വായിച്ചു മതിമറക്കാൻ. ആസ്വദിച്ചിടണമോരോ വരിയും ആനന്ദ സന്ദേശരസമധുരം. ഇന്നോ നാളെയോ വിളക്കു കേടും, ഇന്നോ നാളെയോ വിളക്കു കേടും, പിന്നെയോ എന്താണ് ശൂന്യമാം അന്ധകാരം. അല്ലേ? പിന്നെ ഒന്നുമില്ല. അതുകൊണ്ട് എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, ജീവിക്കണം. ഓരോ നിമിഷവും അവനവന് വേണ്ടി ജീവിക്കണം, സന്തോഷിക്കണം. കിട്ടിയ സമയം എത്ര കാലം കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. മക്കൾക്ക് വേണ്ടി കരുതണ്ട എന്നല്ല പറയുന്നത്, എല്ലാം ചെയ്യണം. കൂട്ടത്തിൽ അവനവൻ കൂടി ജീവിക്കണം. എത്ര കാലം ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ നമുക്ക്. പരീക്ഷിത്ത് രാജാവിനോട് ശ്രീശുഖം പറയുന്നൊരു കാര്യമുണ്ട്, എങ്ങനെയാണ് ജീവിതം തീർക്കുന്നതെന്ന്. പകല് അധ്വാനിച്ചിട്ട് കുടുംബം പോറ്റാൻ വേണ്ടി അധ്വാനിക്കും, രാത്രിയിൽ സുഖഭോഗങ്ങൾ അനുഭവിച്ചിട്ട് അല്ലെങ്കിൽ ഉറങ്ങിയിട്ട്. നിദ്രയാ ഹൃദയേ നക്തം വിവായേന ച വാവയ ദിവാചാർത്തേഹയാ രാജൻ കുടുംബ ഭരണമേവച. രാത്രിയിൽ ഉറങ്ങിയിട്ടോ ഭോഗങ്ങൾക്ക് വേണ്ടിയോ ചിലവഴിക്കുന്നു, പകല് എൻ്റെ കുടുംബം പോറ്റണമെന്ന് വിചാരിച്ച് പാടുപെട്ടിട്ട് ആയുസ് കളയുന്നു. അറിയുന്നേ ഇല്ല നമ്മളെ ജീവിതത്തെക്കുറിച്ച്. സന്തോഷിക്കണം. സുഖദുഃഖ സമ്മിശ്രമാണ് ഈ ജീവിതം. ശരിക്കും ചിന്തിച്ച സുഖമില്ല, സന്തോഷമൊന്നുമില്ല നമുക്ക്. രണ്ട് ദുഃഖങ്ങൾക്കിടയിൽ വരുന്ന ഒരു ചെറിയൊരു സമയമുള്ളൂ, അതിനെയാണ് നമ്മൾ സുഖം സന്തോഷം എന്നൊക്കെ പറയുന്നത്. അല്പസമയത്തേക്ക്. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഈ ഒരു തലത്തിലൂടെയാണ് ജീവിതം കടന്നു പോകുന്നത്. ഒടുവിൽ വാർദ്ധക്യത്തിലെത്തി തിരിഞ്ഞു നോക്കുമ്പോൾ മനോഹരമായ ശൈശവം പോയി. എനിക്കും നിങ്ങൾക്കുണ്ടായിരുന്നു മനോഹരമായ ബാല്യകാലം ഉണ്ടായിരുന്നു, അല്ലേ? ഓടിച്ചാടി കളിച്ച് അല്ലലും മലട്ടലും ഇല്ലാതെ, ഒരു ദുഃഖം അറിയാതെ, എന്ത് ഇല്ലായ്മയുണ്ടെങ്കിലും അതിനെക്കുറിച്ചൊരു ദുഃഖമില്ലാത്തൊരു കാലം ബാല്യകാലം ഉണ്ടായിരുന്നു. ഈ ലോകം മുഴുവൻ എൻ്റെ കാൽക്കീഴിലാണ് എന്ന് ചിന്തിച്ച് നടന്ന ഒരു ശക്തിയുടെ യൗവനം ഉണ്ടായിരുന്നു, അതും പോയി. ഒടുവിൽ വാർദ്ധക്യത്തിലെത്തി തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ ഭാര്യ പോയിട്ടുണ്ടാവും, ചിലപ്പോൾ ഭർത്താവ് പോയിട്ടുണ്ടാവും, ചിലപ്പോൾ മക്കൾ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കാഴ്ച പോയി, കേൾവി പോയി, സൗന്ദര്യം പോയി. ആർക്കും വേണ്ടാതെ ഇങ്ങനെ കഴിയും. ആചാര്യസ്വാമികൾ പറയും, ജന്മദുഃഖം ജരാദുഃഖം ജായാദുഃഖം പുനഃപുന അന്ത്യകാലേ മഹാദുഃഖം തസ്മാത് ജാഗ്രത. ജന്മദുഃഖം, ജനിക്കുക എന്നുള്ളത് അതീവ ദുഃഖകരമായ അവസ്ഥയാണെന്ന് പറയും. ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും എത്ര ജന്മം നിങ്ങൾക്കും എനിക്കും കഴിഞ്ഞുവെന്ന് നമുക്കറിയില്ല. ഇനി എത്ര ബാക്കിയുണ്ടെന്ന് അറിയില്ല. ജന്മദുഃഖം, ജരാദുഃഖം, ജരാനര ബാധിച്ചു കഴിഞ്ഞാലുള്ളൊരവസ്ഥ. ജായാദുഃഖം പുനഃപുന, ഭാര്യ മരിച്ചു പോയാൽ ആ ഭർത്താവിൻ്റെ ജീവിതം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭർത്താവ് കരുതും, 4 മണിയാകുമ്പോൾ അവൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തരുമായിരുന്നു, അല്ലെങ്കിൽ എന്താണ് നിനക്ക്, എന്താണ് നിങ്ങൾക്ക് എന്ന് ചോദിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വരുമ്പോൾ അടുത്തിരുന്ന് പരിചരിക്കുമായിരുന്നു. ഭാര്യ പോയി കഴിഞ്ഞാൽ ആ ഭർത്താവിൻ്റെ ജീവിതം സഹിക്കാൻ പറ്റില്ല. അത് പോയവർക്ക് അറിയാം. അതേപോലെ ഭർത്താവ് പോയാൽ ആ ഭാര്യയുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ നടുവേദന വരുമ്പോൾ, കാലുവേദന വരുമ്പോൾ ഒന്ന് കൂട്ടി ആശുപത്രി പോകുമായിരുന്നു. എന്താണ് നിനക്ക് എന്ന് ചോദിക്കുമായിരുന്നു. ഇത് മക്കളൊന്നും പറഞ്ഞാൽ കേൾക്കില്ല.
മക്കളെ വിളിച്ചാൽ കേൾക്കില്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളെ മക്കളെ നിങ്ങളെ നോക്കുമെന്ന്? ഒരിക്കലും നോക്കൂല. നിങ്ങളുടെ മക്കൾ നിങ്ങളെ നോക്കൂല. നോക്കുമെങ്കിൽ ഇന്ന് അമ്മമാരെ കൊല്ലൂല. ആ വാർത്ത നമ്മൾ കേൾക്കേണ്ടി വരില്ല. അനാഥാലയത്തിൽ കൊണ്ടുചെന്നാക്കി, റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചു, വഴിയരികിൽ ഉപേക്ഷിച്ചു, ക്ഷേത്ര നടയിൽ ഉപേക്ഷിച്ചു എന്ന വാർത്ത നമ്മൾ കേൾക്കേണ്ടി വരില്ല. എന്തുകൊണ്ട്? നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട് എത്രയോ തവണ. പ്രായമായ മാതാപിതാക്കളെ മക്കൾ നോക്കുന്നില്ല. പെറ്റ് പോറ്റ് വളർത്തി വലുതാക്കി, അല്ലേ, വിദ്യാഭ്യാസം കൊടുത്തു, ജോലി കിട്ടി, ഒടുവിൽ മക്കൾ നോക്കുന്നില്ല എന്ന പരാതി നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ടീച്ചർ മാത്രം കേട്ടിട്ടുണ്ട്. ബാക്കി ഈ നാട്ടിൽ എല്ലാവരും നല്ല ആൾക്കാരാണ്. അച്ഛനും അമ്മേനെയും അത്രയധികം നോക്കുന്നവരാണ്. ടീച്ചർ കേട്ടിട്ടുണ്ട് മക്കൾ നോക്കുന്നില്ല. അങ്ങനെ നോക്കാതിരിക്കാൻ കാരണം നിങ്ങൾ തന്നെയാണ്. എന്താണെന്നറിയോ? നിങ്ങൾ മക്കളോട് എന്താ പറഞ്ഞത്? ഇവിടെ ഒരു പ്രഭാഷണമുണ്ട്, എത്രയോ ദൂരത്ത് നിന്ന് വരുന്ന ഒരു ബാലകൃഷ്ണൻ മാഷ്. നമുക്കതൊന്ന് കേട്ടിട്ട് പോവാം മോനെ. കുഞ്ഞുങ്ങളോട് പറയാം, നിങ്ങൾ കുഞ്ഞുങ്ങളെ കൂട്ടും. ആകെ 2 കുട്ടികളാണ് ഇടയുള്ളത്. മക്കളെ കൂട്ടില്ല. നിങ്ങൾ എന്താ വരുമ്പോൾ പറഞ്ഞത്? പുസ്തകത്ത് വായിക്ക്, പുസ്തകത്ത് വായിക്ക്, പഠിക്ക്. നീ നിന്റെ കാര്യം നോക്ക്, നീ അവനെ കണ്ടു പഠിക്ക്, നീ അവളെ കണ്ടു പഠിക്കുന്നല്ലേ പറഞ്ഞത്? അവള് വലുതായി, പഠിച്ചു, അവർ ഗൾഫിൽ പോയി, അല്ലെങ്കിൽ അമേരിക്കയിൽ പോയി, അവിടെ കല്യാണം കഴിച്ചു. അമ്മ പറഞ്ഞത് ഓർമ്മ വന്നു, എന്താണ്? നീ നിന്റെ കാര്യം നോക്ക്. അവിടെ സ്വന്തം കാര്യം നോക്കി. നിങ്ങൾ നോക്കാൻ പാടില്ലെന്ന് എൻ്റെ അഭിപ്രായം. നോക്കരുത്. കാരണം നിങ്ങൾ ഈ പുത്രധർമ്മം പറഞ്ഞു കൊടുക്കുന്നില്ല മക്കൾക്ക്. പുത്രധർമ്മം നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല. നമുക്ക് മാത്രം പറ്റിയ ഒരു പരാജയമാണെന്നറിയണം. മറ്റ് 2 മതക്കാരും ഒരിക്കലും അവരുടെ മാതാപിതാക്കളെ വഴിയരികിൽ ഉപേക്ഷിക്കില്ല, അനാഥാലയത്തിൽ ഉപേക്ഷിക്കില്ല. നമ്മൾ മാത്രമാണ് ഇത് ചെയ്യുന്നത്. കാരണം ഈ പുത്രധർമ്മം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. ഒരു രാമായണം മാത്രം പഠിച്ചാൽ മതി. രാമായണത്തിൽ അച്ഛൻ്റെ ധർമ്മം, അമ്മയുടെ ധർമ്മം, പുത്രധർമ്മം, പ്രജാധർമ്മം, രാജധർമ്മം, സഹോദരൻ്റെ ധർമ്മം, ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ ഒരു ക്ലാസ് വെച്ചാലോ, രാമായണ ക്ലാസ് വെച്ചാലോ നിങ്ങൾ ആരെങ്കിലും വരുമോ? ഇന്ന് നിവർത്തിയില്ലാത്തതുകൊണ്ട് വന്നതാണ്. നല്ല സീരിയലുണ്ട് അവിടെ, അത് കളഞ്ഞിട്ടാ മാഷെ ഞങ്ങൾ വന്നിരിക്കുന്നത്. അധികം പറഞ്ഞാൽ ഇപ്പണിട്ട് പോവും സീരിയൽ, അല്ലേ? അതുകൊണ്ട് പഠിക്കണം, ഈ ധർമ്മം പഠിക്കണം, പഠിപ്പിക്കണം. നമ്മളെ കുട്ടികളെ ഈ ധർമ്മം പഠിപ്പിക്കണം നമ്മൾ.